പ്രിയങ്ക ഗാന്ധിയുടെ കന്നി രാഷ്ട്രീയ അംഗം പാർലമെൻറ്റിലേക്കുള്ള ലോക്സഭയിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രവേശനത്തിന് നിമിത്തമാകുക എന്ന നിയോഗം മാത്രമേ വയനാട് ലോക്സഭാ മണ്ഡലത്തിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വയനാട് ഒരു തെരഞ്ഞെടുപ്പ് ഒരു വിഷയമേ ആയിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ ഉയർന്ന ഏക ചോദ്യം, പ്രിയങ്ക ഗാന്ധിക്ക് എന്തായിരിക്കും ഭൂരിപക്ഷം? മുൻ തെരഞ്ഞെടുപ്പുകൾ രാഹുൽ ഗാന്ധി നേടിയ 3,71,000 വോട്ടിനേക്കാൾ കൂടുതലാകുമോ? അതോ അന്ന് 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷയിൽ ജനം അറിഞ്ഞു നൽകിയ 4,31,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടക്കാനാവുമോ? ചിലരെല്ലാം പറഞ്ഞു 5 ലക്ഷം ഭൂരിപക്ഷം കട്ടായം ലഭിക്കും. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമ്പേഴ്സൊക്കെ ഒന്ന് അനുകൂലമായി വരണമല്ലോ. അത് വോട്ടർമാർ വോട്ട് ചെയ്തെങ്കിലല്ലേ ഈ നമ്പർ ഉണ്ടാവൂ. നിരാശപ്പെടുത്തുന്ന ഒരു പ്രതിഫലനമാണ് വയനാടിൽ കണ്ടത്. വോട്ടർമാരുടെ ഇടയിൽ കണ്ട നിസ്സംഗത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രേഖാചിത്രമാണ്. വലിയ ആവേശം കുട്ടിക്കലാശത്തിലൊക്കെ ഉണ്ടായെങ്കിലും, പ്രചരണത്തിലും ആവേശം ഉണ്ടായെങ്കിലും, നിറപ്പകിട്ടുള്ള പ്രചരണം ഉണ്ടായെങ്കിലും, വാർത്താ പ്രാധാന്യം ഉണ്ടായെങ്കിലും, ഇതിനൊരു പർപ്പസ്, വയനാട് ആര് ജയിക്കുമെന്നതിൽ യാതൊരു ആശങ്കയില്ല. പാലക്കാട് കടുത്ത മത്സരം നടക്കുന്നു, ചേലക്കര അതികഠിനമായ മത്സരം നടക്കുന്നു, വയനാട് മത്സരമേ ഇല്ലാത്ത ഒരു പ്രതീതി. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിലുണ്ടായ മടുപ്പ്, ആ മടുപ്പ് തെരഞ്ഞെടുപ്പ് ദിനത്തിലും പ്രതിഫലിച്ചു. വയനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും താഴെയുള്ള ഒരു വോട്ടർ ടേൺ ഔട്ടായി മാറി. കേവലം 64% മാത്രമാണ് വോട്ടർ ടേൺ ഔട്ട്. അത് വളരെ എക്കാലത്തെയും താഴ്ന്ന നിലവാരമാണ്. 2008 മണ്ഡല പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം 2009 ആദ്യ തിരഞ്ഞെടുപ്പ് MI ഷാനവാസ് ജയിച്ച തിരഞ്ഞെടുപ്പ്, 2014 തിരഞ്ഞെടുപ്പ്, അവിടെയും MI ഷാനവാസ് കുറച്ചുകൂടി റെഡ്യൂസ്ഡ് മെജോറിറ്റിയിൽ ആദ്യം 1,53,000 വോട്ടിന് ജയിക്കുന്നു. ഷാനവാസിൻ്റെ ഭൂരിപക്ഷം കേവലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കേവലം 20,000 പരം വോട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ സത്യൻ മുഖേരി, ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സത്യൻ മുഖേരിയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അതാണ് CPIയുടെയും LDFിൻ്റെയും ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. 2014 ആ ഒരു റിസൾട്ട് ഒന്ന് ആവർത്തിക്കാൻ പറ്റിയാൽ, ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ, ജയിച്ചില്ലെങ്കിൽ പോലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ LDFിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് 4,34,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം വയനാടുകാർ നൽകിയത്. പക്ഷേ അതിനുശേഷം 2024 ആയപ്പോൾ 2019 ജനം വ്യത്യസ്തമായി ചിന്തിച്ചു. രാഹുൽ ഗാന്ധി പലപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഒരു MP, ഏത് MP അത്ഭുതങ്ങൾ നടത്താനൊന്നും ആർക്കും ആവില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ആ വ്യക്തിക്ക് മാത്രമായി അത്ഭുതങ്ങൾ കാട്ടാനാവില്ല. അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയാണെങ്കിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ജനം തീർച്ചയായും ആ മണ്ഡലത്തിൻ്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, മുസ്ലിങ്ങൾക്ക് നിർണായക സാന്നിധ്യമുള്ള 40% മുസ്ലിങ്ങളുള്ള ആ മണ്ഡലം, മുസ്ലിം ലീഗിന് നിർണായക സാന്നിധ്യമുള്ള മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളുണ്ട്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലമുണ്ട്, വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ. ഇതെല്ലാം ചേരുമ്പോൾ എങ്ങനെ വന്നാലും UDF സംവിധാനത്തിനെ അട്ടിമറിക്കാനാവാത്ത ഒരു പിൻബലം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉണ്ട്. വയനാടാണ് കേരളത്തിലെ UDFിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലവും. അപ്പോൾ ഈ ഭൂരിപക്ഷം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഭൂരിപക്ഷം വെച്ചിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്താവും എന്നൊരു ചിന്തയാണ്. എൻ്റെ ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കട്ടെ. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉദ്ദേശിച്ച 5 ലക്ഷത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. അസാധ്യമല്ല. കാരണം പോൾ ചെയ്യപ്പെട്ടത് 9,51,000 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്, അതായത് 64%. അപ്പം വോട്ടുകൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അന്ന് 2019 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനം 10,90,000, 11 ലക്ഷത്തോളം പേര് അന്ന് വോട്ട് ചെയ്തു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടിംഗ് ശതമാനം 10 ലക്ഷത്തിനോട് അടുപ്പിച്ച് ദർ അബൌട്ട് 10 lakhs അത് മാത്രമായിരുന്നു. സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവുണ്ടായി. 3,70,000 ഇടിഞ്ഞു, 4,30,000 നിന്നും. അപ്പോൾ 10,60,000 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചു രാഹുൽ ഗാന്ധിക്ക്. അതിനേക്കാൾ കുറവാണ് കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ 8.88% വോട്ട് കുറവാണ് ഇപ്പോൾ പോൾ ചെയ്യപ്പെട്ടത്.
പിന്നെ എവിടെ നിന്നാണ് ഈ നമ്പർ വരിക? ഭൂരിപക്ഷമൊക്കെ 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, 9,50,000 വോട്ടിൽ 5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഓർക്കൂ, അവിടെ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. പ്രിയങ്ക ഗാന്ധി മാത്രമല്ല കാൻഡിഡേറ്റ്, സത്യൻ മുഖേരി മത്സരിക്കുന്നു. BJPയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി, കെ സുരേന്ദ്രൻ, BJPക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന അല്ലെങ്കിൽ BDJS സ്ഥാനാർത്ഥിയായിരുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ച 80,000 വോട്ട് 1,40,000 വോട്ടായി സുരേന്ദ്രൻ ഉയർത്തി. 1,40,000-നേക്കാൾ ഉയർത്താൻ സാധിക്കുമോ BJP സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസിന്? കെ സുരേന്ദ്രൻ ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ ലഭിക്കുമോ എന്നത് മാത്രമാണ് ചോദ്യം. ഇനി അങ്ങനെ ഒന്നും ലഭിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ നേടിയ അതേ വോട്ട് തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും 1.5 ലക്ഷം വോട്ടോളം അവിടെ പോയി. പിന്നീട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ, 3 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ല എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയേക്കാൾ എത്ര വോട്ടുകളാണ് പിന്നീട് വേണ്ടത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4 ലക്ഷം വോട്ട് കടക്കാനുള്ള സാധ്യത കുറവാണ്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടിൻ്റെ സ്വല്പം മുകളിലോ താഴെയോ നിൽക്കാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്. 5 ലക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നത് വോട്ട് ടേൺ ഔട്ട് ഒരുപക്ഷെ ഒരു 80% അല്ലെ 78% ഉണ്ടായിരുന്നുവെങ്കിൽ 5 ലക്ഷം ഭൂരിപക്ഷം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് ആഗ്രഹിക്കാമായിരുന്നു. അതാണ് വയനാടിൻ്റെ ഒരു മൊത്തം ചിത്രം. അതുകൊണ്ട് ഒരു പരിധിവരെ അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി വയനാട് ജയിച്ചു വരും എന്ന് അറിയാമായിരുന്നിട്ടും വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം, ഒരു നേതൃത്വത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ ജയിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമാണ്, രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് റായ്ബറേലിയിൽ തൻ്റെ അമ്മ മുൻപ് മത്സരിച്ചിരുന്ന, വെക്കേറ്റ് ചെയ്ത റായ്ബറേലിയിൽ മത്സരിച്ച സ്തുത്യർഹമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നത്. അങ്ങനെ വെക്കേറ്റ് ചെയ്ത ഈ മണ്ഡലത്തിൽ, വയനാട് മണ്ഡലത്തിൽ തൻ്റെ സഹോദരിയുടെ രാഷ്ട്രീയ പ്രവേശം ഒരു കേക്ക് വാക്കായി മാറി. അതായത് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. അതൊരു മത്സരമില്ലാത്ത രീതിയിൽ, അതായത് വാക്ക് ഓവർ ലഭിക്കുന്നത് പോലെയാണ് പ്രിയങ്ക ഗാന്ധി വന്നത്. അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ ചലനങ്ങളുണ്ടായി. ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികൾ വീണ്ടും മത്സരിക്കുന്നു എന്ന രീതിയിൽ. അത് നോർത്ത് ഇന്ത്യയിലെ ഒരു സംസാരം മാത്രമാണ്. അതുകൊണ്ട് പ്രിയങ്ക ഭാവി MP ആയി പ്രിയങ്ക ഗാന്ധി വരും എന്ന കാര്യത്തിൽ സംശയലേശമന്യേ നമുക്ക് പറയാം. പക്ഷേ ഊതിപ്പെരുപ്പിച്ചൊരു കണക്കുകൾ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.